Hello children, let us do the section C of your sample question paper. Okay, this is a section of case based studies. Okay, ഇപ്പോൾ ഒരു case ഉണ്ട് and then following questions are there among which you have to choose the correct options and write. അപ്പോൾ ഇതിൽ you have 12 questions and you have to attempt only 10 and for first correct 10 options will be evaluated. Okay, so let us first see the case, that is the salt story. It is from the New Indian Express 9 March 2021. The salt pans in Marakkanam, a port town about 120 km from Chennai, are the third largest producer of salt in Tamil Nadu. Separation of salt from water is a laborious process and the salt obtained is used as raw materials for manufacture of various sodium compounds. One such compound is sodium hydrogen carbonate, used in baking as an antacid and in soda acid fire extinguishers. The table shows the mass various compounds obtained when 1 liter of seawater is evaporated. അപ്പോൾ 1 ലിറ്റർ സീ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്യുമ്പം എന്തൊക്കെ കമ്പൗണ്ട്സ് കിട്ടുന്നുണ്ട്, എത്ര പെർസെൻ്റ് ആണ്, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നൗ ലെറ്റ് us see the questions. First questions. Which compound in the table reacts with acids to release carbon dioxide? അപ്പോൾ ഈ തന്ന കമ്പൗണ്ട്സിൽ ഏത് കമ്പൗണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുക വെൻ ഇറ്റ് ഈസ് റിയാക്ടിങ് വിത്ത് ആസിഡ്സ്? അപ്പോൾ യു ഹാവ് 4 ഓപ്ഷൻസ് ഗിവൻ. NaCl വെൻ ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡ് വരാനുള്ള സ്കോപ്പ് ഇല്ല. CaSO4 കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. CaCO3 calcium carbonate, yes, one carbon dioxide can be released, CO2 can be released, and MgSO4ലും ഒരു CO2 റിലീസ് ആവാനുള്ള സ്കോപ്പ് ഇല്ല. പക്ഷേ ഇത് നിങ്ങൾ ഇങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ബട്ട് ദെൻ ഇതിൽ നിങ്ങൾ ഓർമ്മ വെക്കേണ്ടത് എന്താണ്, എനി മെറ്റൽ കാർബണേറ്റ്സ് ദാറ്റ് വിൽ റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ ദേ ആർ ആക്ടിങ് വിത്ത് ആസിഡ്സ്. അപ്പോൾ ഇവിടെ മെറ്റൽ കാർബണേറ്റ് ആണ് കാൽഷ്യം കാർബണേറ്റ്, അത് ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്താൽ ഇറ്റ് വിൽ റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ്. Let us see the next question. How many grams of magnesium sulfate are present in 135 gram of solid left by evaporation of seawater? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് പിന്നെയും ആ ടേബിൾ നോക്കാം. ഈ ടേബിളിൽ നമ്മൾ എന്താ കാണുന്നത്, ഇവിടെ ടോട്ടൽ മാസ് എത്ര ആയിരുന്നു, 45 grams ആയിരുന്നു. ഇത്രയും സോളിഡ്സ് പ്രസൻറ്റിൽ മാഗ്നീഷ്യം സൾഫേറ്റ് ആണ് ചോദിക്കുന്നത്. 6 gram വന്ന് മാഗ്നീഷ്യം സൾഫേറ്റ് ആയിരുന്നു അല്ലേ. ഇനിയിപ്പോൾ ഒരു ചോദിക്കുന്ന ചോദ്യം എന്താണ്, 135 grams എത്ര മാഗ്നീഷ്യം സൾഫേറ്റ് ആണ് ഉണ്ടാവുക. സോ ലെറ്റ് us റൈറ്റ് ഫസ്റ്റ് എത്ര ഗ്രാംസ് ആയിരുന്നു, 45 grams യു ഹാഡ് 6 grams ആസ് മാഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ 135 grams എത്ര, ഹൗ മച്ച് വിൽ ബി ദ മാഗ്നീഷ്യം സൾഫേറ്റ്? ലെറ്റ് us ടേക്ക് ഇറ്റ് ആസ് എക്സ്. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ യു വിൽ ഹാവ് 45 into x is equal to 6 into 135. So your x will be 6 into 135 upon 45. So when you solve this, you will get it as 18 grams. So your answer here is option C, that is 18 grams. What is the saturated solution of sodium chloride called? ഓക്കെ, സോഡിയം ക്ലോറൈഡ് ഒരു സൊല്യൂഷനിൽ, സോഡിയം ക്ലോറൈഡ് എന്താ, ഉപ്പാണ്. ഉപ്പ് കൂടുതൽ ഒരു സൊല്യൂഷനിൽ മിക്സ് ചെയ്യുമ്പോൾ അതിനെ വി കോൾ ഇറ്റ് ആസ് ബ്രൈൻ. സോ യുവർ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. വാട്ട് ഈസ് ദ pH ഓഫ് ദ ആസിഡ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് കോമൺ സോൾട്ട്? ഓക്കെ, ഇപ്പോൾ ഒരു സോൾട്ടിൻ്റെ ഫോർമേഷനിൽ വി നോ ദാറ്റ് an acid plus base gives you a salt അല്ലേ. അപ്പോൾ ഈ NaCl വന്ന് കോമൺ സോൾട്ട് ഇസ് NaCl. അപ്പോൾ NaClന് നമുക്കൊരു ആസിഡും വേണം, ഒരു ബേസും വേണം. നമ്മൾ യൂസ് ചെയ്യുന്ന ആസിഡ് വന്ന് എന്താ, HCl ആണ്. അപ്പോൾ ഇവർ ചോദിക്കുന്നത് ആ ആസിഡിൻ്റെ pH എന്തായിരിക്കുമാണ്. അപ്പോൾ ദ ഓപ്ഷൻ സി ആൻഡ് ഡി ഈസ് കംപ്ലീറ്റ്ലി യു ഹാവ് ടു എലിമിനേറ്റ് ബിക്കോസ് ആസിഡിൻ്റെ pH ഇസ് ലെസ് ദാൻ 7. Okay, അപ്പോൾ between 8 to 10 and between 11 to 13 you can completely omit it. Now you have only 2 options to see, between 1 to 3 ആണോ 6 to 8 ആണോ. ഇപ്പോൾ ഒരു സോൾട്ട് ഫോർമേഷൻ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ സ്ട്രോങ് ആസിഡ് ഇൻ ദിസ് കേസ്. ഇപ്പോൾ സ്ട്രോങ് ആസിഡ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിറ്റ്വീൻ pH 1 to 3. So your correct option is option A, that is between 1 to 3. Okay, let us see the next case. The figure shown below represents an activity to prove the requirements for photosynthesis. ഓക്കെ, ഫോട്ടോസിന്തസിസിന് നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, സൺലൈറ്റ് ആവശ്യമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമുണ്ട്, ദെൻ ക്ലോറോഫിൽ ആവശ്യമുണ്ട് അല്ലേ.
അപ്പോൾ let us see the activity. During this activity, 2 healthy potted plants were kept in the dark for 72 hours. അപ്പോൾ ഡാർക്കിലാണ് 2 പ്ലാന്റ്സിനെ വെച്ചത്. അപ്പോൾ ദാറ്റ് മീൻസ് ഡാർക്ക് മീൻസ് അവിടെ എന്താ ഇല്ലാത്തത്, സൺലൈറ്റ് ഇല്ല. അപ്പോൾ ഫോട്ടോസിന്തസിസിന് എസെൻഷ്യലാണ് സൺലൈറ്റ്. അപ്പോൾ ഈ 72 hours അവിടെ ഡാർക്കിൽ വെച്ച പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് നടന്നിട്ടുണ്ടാവില്ല, അവിടെ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ പ്ലാന്റ്സ് എങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ടാവും? അവർ ഇതുവരെ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സ്റ്റാർച്ച് കൺസ്യൂം ചെയ്തിട്ടുണ്ടാവും, അവർ പുതിയ സ്റ്റാർച്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ 3 days ഒരു നമ്മൾ ജനറലി എടുക്കുന്നത് ദാറ്റ് വുഡ് ബി ഇനഫ് ദാറ്റ് ഓൾ ദ പൈൽഡ് അപ്പ് സ്റ്റാർച്ച് വുഡ് ബി യൂസ്ഡ് അപ്പ്. After 72 hours, KOH is kept in the watch glass in setup X and not in setup Y. അപ്പോൾ സെറ്റപ്പ് എക്സിൽ KOH വെച്ചിട്ടുണ്ട്. KOHൻ്റെ പണി എന്താണ്? ലെറ്റ് us just remember, KOH എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും, അതാണ് KOHൻ്റെ പണി. അപ്പോൾ സെറ്റപ്പ് എക്സിൽ KOH വെച്ചിട്ടുണ്ട്, സെറ്റപ്പ് വൈയിൽ വെച്ചിട്ടില്ല. ബോത്ത് ദീസ് സെറ്റപ്സ് ആർ എയർ ടൈറ്റ് ആൻഡ് ഹാവ് ബീൻ കെപ്റ്റ് ഇൻ ലൈറ്റ് ഫോർ 6 hours. അപ്പോൾ ഈ സെറ്റപ്പിനെ എയർ ടൈറ്റ് ആക്കി ആൻഡ് ലൈറ്റിൽ വെച്ചു. ഇപ്പോൾ ലൈറ്റിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ സെറ്റപ്പ് എയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല, സെറ്റപ്പ് ബിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. Then iodine test is performed with 1 leaf from each of the 2 plants X and Y. അപ്പോൾ നമ്മൾ എന്താ നോക്കുക, സെറ്റപ്പ് എയിൽ എന്താവും, കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലല്ലോ, അപ്പോൾ അവിടെ യുവർ ഫോട്ടോസിന്തസിസ് വിൽ നോട്ട് ഹാപ്പൻ ഇൻ സെറ്റപ്പ് എ. അപ്പോൾ എന്താവും, സ്റ്റാർച്ച് പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. സെറ്റപ്പ് വൈയിൽ എന്താവും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻറ്റ് ആണ്, അപ്പോൾ അവിടെ ഫോട്ടോസിന്തസിസും നടക്കും, സ്റ്റാർച്ച് പ്രൊഡക്ഷനും നടക്കും. Now let us see the questions that follow. Okay, first question. This experimental setup is used to prove essentiality of which of the following requirements for photosynthesis? അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തത് എന്ത് കാണിക്കാനാണ്? വെദർ ക്ലോറോഫിൽ ഇസ് റിക്വയർഡ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, സൺലൈറ്റ് ആണോ? അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എസെൻഷ്യാലിറ്റി ആണ് അല്ലേ. സൺലൈറ്റിൽ ഫസ്റ്റ് ഇല്ല, പിന്നെ വെച്ചു. അതേമാതിരി ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതാക്കിയപ്പം ഫോട്ടോസിന്തസിസ് നടക്കണ്ടോ ഇല്ലേന്നല്ലേ നോക്കുന്നത്. അപ്പോൾ യുവർ ആൻസർ ഇസ് കാർബൺ ഡൈ ഓക്സൈഡ്. ദ ഫങ്ഷൻ ഓഫ് KOH ഇസ് ടു അബ്സോർബ്. KOH എന്തിനാ വെച്ചത്? ദാറ്റ് വി ഷുഡ് നോ. ഇറ്റ് ഈസ് യൂസ് ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. Which of the following statements shows the correct results of iodine test performed? അപ്പോൾ അയോഡീൻ ടെസ്റ്റ് എന്താണ്? നമ്മൾ സ്റ്റാർച്ചിൽ അയോഡീൻ ഇട്ടാൽ ഇറ്റ് വിൽ ടേൺ ബ്ലൂ ബ്ലാക്ക് ഇൻ കളർ, ദാറ്റ് ഈസ് അയോഡീൻ ടെസ്റ്റ്. ഇപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്ന് നോക്കാം. അപ്പോൾ ബ്ലൂ ബ്ലാക്ക് കളർ വുഡ് ബി ഒബ്റ്റെയിൻഡ് ഓൺ ലീഫ് ഓഫ് ദ പ്ലാന്റ് എക്സ്. പ്ലാന്റ് എക്സിൽ എന്താണ്? സ്റ്റാർച്ച് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലായിരുന്നു, അപ്പോൾ അവിടെ സ്റ്റാർച്ച് പ്രൊഡക്ഷൻ നടന്നിട്ടില്ല. അപ്പോൾ എന്താവും, ബ്ലൂ ബ്ലാക്ക് കളറേഷൻ നിങ്ങൾക്ക് കിട്ടൂല. സോ യുവർ ഓപ്ഷൻ എ ഈസ് റോങ്. ഓപ്ഷൻ ബി എന്താണ്? ബ്ലൂ ബ്ലാക്ക് കളർ വുഡ് ബി ഒബ്റ്റെയിൻഡ് ഓൺ ദ ലീഫ് ഓഫ് പ്ലാന്റ് വൈ ആൻഡ് നോ ചേഞ്ച് ഇൻ കളർ ഓൺ ലീഫ് ഓഫ് പ്ലാന്റ് എക്സ്. യെസ്, പ്ലാന്റ് വൈൻ്റെ ലീഫിൽ ബ്ലൂ ബ്ലാക്ക് കളർ വരും, അതിന് സ്റ്റാർച്ച് ഇല്ലാത്തതുകൊണ്ട് ലീഫ് എക്സിൻ്റെ ഇതിൽ ബ്ലൂ ബ്ലാക്ക് കളർ വരില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓക്കെ ആയിട്ട് വെക്കാം. ഓപ്ഷൻ സി എന്താ? റെഡ് കളർ വുഡ് ബി ഒബ്റ്റെയിൻഡ്. നോ, അയോഡിൻ ടെസ്റ്റിൽ റെഡ് കളർ വരുന്നില്ല, അപ്പോൾ ഓപ്ഷൻ സിയും ഇല്ല, ഓപ്ഷൻ ഡിയും ഇല്ല. So your option B is the correct option. Okay, the blue black color would be obtained on the leaf of the plant Y and no color change in the leaf of the plant X. Which of the following steps can be followed for making the apparatus airtight? ഈ apparatus airtight ചെയ്യാൻ എന്തൊക്കെ ചെയ്യുക? Placing the plants on glass plate, പിന്നെ suction, using a suction pump, പിന്നെ applying Vaseline to seal the bottom of the jar, creating a vacuum. ഓക്കെ, ഇതിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന കാര്യം എന്താണ്? ഒരു അപ്പാരറ്റസിനെ എയർ ടൈറ്റ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? യു ഹാവ് ടു അപ്ലൈ വാസ്ലീൻ ടു സീൽ ദ ബോട്ടം ഓഫ് ദ ജാർ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അങ്ങനെയാണ് തരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ തന്ന ഓപ്ഷൻസിൽ ഈ പ്ലേസിങ് ദ പ്ലാന്റ്സ് ഓൺ ഗ്ലാസ് പ്ലേറ്റും യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താ, ലൈറ്റ് ഉള്ളിലേക്ക് പോകാൻ പറ്റും, ആൻഡ് ദെൻ സീലായി പോവും, അവിടെ എയർ ടൈറ്റ് ആവും. Using a suction pump and creating vacuum, you don't usually use for such an experiment. അപ്പോൾ ഇതിൽ ഓപ്ഷൻ 1 and 3 is a correct option, so you can choose option C as your correct answer. Now let us see the last question. Noor, a young student, was trying to demonstrate some properties of light in her science project work. She kept X inside the box as shown in the figure, and with the help of a laser pointer made light rays pass through the holes on one side of the box. She had a small butter paper screen to see the spots of light being cast as it emerged. അപ്പോൾ ഇതായിരുന്നു അവളുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഷീ ഹാഡ് കെപ്റ്റ് സം അൺനോൺ തിങ്, അപ്പോൾ അതിന് എക്സ് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ സം അൺനോൺ തിങ് ഷീ ഹാഡ് കെപ്റ്റ്. പിന്നെ റേ ഓഫ് ലൈറ്റ് ഓൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇടാണ്. ആൻഡ് ഉള്ളിൽ പോകുന്ന റേ ഓഫ് ലൈറ്റും പുറത്ത് വരുന്ന റേ ഓഫ് ലൈറ്റും അവൾ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ലെറ്റ് us see the questions that follow.
What would be the x that she placed inside the box to make the rays behave as shown? അപ്പോൾ ഫസ്റ്റ് ഈ റേസിൻ്റെ ബിഹേവിയർ എന്താണ്? ഇവിടെ ഉള്ളിൽ റിഫ്രാക്ഷൻ നടന്നിട്ടുണ്ട് അല്ലേ, ഒരു എന്തോ ഡെൻസ് മീഡിയം തന്നെ ആയിരിക്കും ഓൾ വെച്ചത്. അപ്പോൾ റേ ഓഫ് ലൈറ്റ് ആയിക്കൂടി പാസ് ചെയ്യുമ്പം ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് പാത്ത്. So now let us consider the options that they have given. What could be the x that she placed inside the box to make the rays behave as shown? അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ അവൾ എന്താ വെച്ചിട്ടുണ്ടാവുക? ഈ ഡയഗ്രാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുണ്ടല്ലോ, ഒരു ഗ്ലാസ് സ്ലാബിൻ്റെ മാതിരിയല്ലേ ഇത് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ റിഫ്രാക്ഷൻ ത്രൂ ഗ്ലാസ് സ്ലാബ് വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലല്ല ഇങ്ങനെ ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ in this case they have given the options converging lens, parallel sided glass block, plane mirror, triangular prism. അപ്പോൾ your correct option will be option B, that is a parallel sided glass block. Our glass slab ആണ് അവിടെ ഉള്ളത്. That's why the refraction happened in such a way. Now let us see the next question. She measured the angles of incidence for both the rays on the left side of the box to be 48.6 degree. അപ്പോൾ I വന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 48.6 ഡിഗ്രിയാണ്. ഷീ ന്യൂ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ എക്സ് ഇൻസൈഡ് ദ ബോക്സ് വാസ് 1.5. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എന്നോടെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ n ഈസ് 1.5 തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ? അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ദാറ്റ് ഈസ് ആർ, ആറിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ ഫോർ ദിസ് വിൽ യൂസ് എ സിമ്പിൾ ഫോർമുല ദാറ്റ് ഈസ് സൈൻ ഐ അപ്പോൺ സൈൻ ആർ ഇസ് ഈക്വൽ ടു n. ആ ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ ഇതിൽ നമുക്ക് ആറിൻ്റെ വാല്യൂ ആ കാണേണ്ടി. ഇപ്പോൾ സൈൻ ഐ എന്താണ്? സൈൻ ഓഫ് 48.6. അപ്പോൾ സൈൻ ഓഫ് 48.6ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 0.75. അപ്പോൾ ആ സ്ഥലത്ത് വി ക്യാൻ റൈറ്റ് 0.75. സൈൻ ആർ നമുക്കറിയില്ല. സോ ദാറ്റ് ലെറ്റ് us കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്, സൈൻ ആർ. ആൻഡ് എൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.5. സോ ഫസ്റ്റ് ലെറ്റ് us ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ആർ. അപ്പോൾ സൈൻ ആർ എന്താവും? 0.75 ഡിവൈഡഡ് ബൈ 1.5. സോ വെൻ യു സോൾവ് ദാറ്റ് യു വിൽ ഗെറ്റ് 0.75 ഡിവൈഡഡ് ബൈ 1.5. ഇത് നിങ്ങൾ ഡെസിമലിലൊക്കെ പോക്കിയിട്ട് സോൾവ് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 1/2. അപ്പോൾ സൈൻ ആർ ഇസ് 1/2. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. സൈൻ ഓഫ് വിച്ച് ആംഗിൾ ഇസ് 1/2? യെസ്, സൈൻ 30 ഇസ് 1/2. നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ 30 ഇസ് 1/2. സോ യുവർ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് 30 degrees. Her friend noted the following observations from this demonstration. അപ്പോൾ നൂറാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അവളെ ഫ്രണ്ട് എന്തൊക്കെ നോട്ട് ചെയ്തു? ഗ്ലാസ് ഇസ് ഓപ്റ്റിക്കലി റെയറർ ദാൻ എയർ. അപ്പോൾ അവളെ ഫ്രണ്ട് കുറച്ച് പോക്കാണ്. അത് തെറ്റല്ലേ? ഗ്ലാസ് ഇസ് ഡെൻസർ ദാൻ എയർ. അപ്പോൾ ദിസ് ഒബ്സർവേഷൻ ഓഫ് ഹേഴ്സ് ഇസ് റോങ്. എയർ ആൻഡ് ഗ്ലാസ് അലൗ ലൈറ്റ് ടു പാസ് ത്രൂ ദം വിത്ത് ദ സെയിം വെലോസിറ്റി. നോ, അവരുടെ ഓപ്റ്റിക്കൽ ഡെൻസിറ്റി വേറെ ആണ്. അപ്പോൾ ഗ്ലാസ്സിൽ സ്പീഡ് കുറയും, എയറിൽ സ്പീഡ് കൂടും ലൈറ്റിൻ്റെ. അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സെയിം വെലോസിറ്റി പറഞ്ഞാൽ ആ സെൻറ്റൻസും തെറ്റാണ്. എയർ ഇസ് ഓപ്റ്റിക്കലി റെയറർ ദാൻ ഗ്ലാസ്. ഓക്കെ, ദിസ് ഷീ ഈസ് സെയിങ് കറക്റ്റ്. എയർ വന്ന് റെയറർ ദാൻ ഗ്ലാസ് ആണ്. സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ എ ഡെൻസർ മീഡിയം ഇസ് ഫാസ്റ്റർ ദാൻ ദാറ്റ് ഓഫ് എ റെയറർ മീഡിയം. അത് ശരിക്കും തെറ്റാണല്ലോ. ഡെൻസർ മീഡിയമിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് ലെസ്, റെയറർ മീഡിയമിലാണ് സ്പീഡ് ഓഫ് ലൈറ്റ് ഗ്രേറ്റർ ആയിട്ടുണ്ടാവുക. The ratio of sine of angle of incidence in the first medium to the ratio of sine of angle of refraction in the second medium gives the refractive index of the second material with respect to the first one. ഇതുള്ള ടെക്സ്റ്റ് ബുക്ക് നോക്കി ബൈ ഹാർട്ട് ആക്കി പറയുന്നതാണ്. അപ്പോൾ അത് ശരി തന്നെയാണ് അല്ലേ? നമ്മൾ പ്രിൻസിപ്പൾസ് ഓഫ് റിഫ്രാക്ഷനിൽ പഠിച്ച സെക്കൻഡ് പോയിൻ്റ് ആണിത്. അപ്പോൾ ഓപ്ഷൻ 3 ആൻഡ് ഓപ്ഷൻ 5 ആർ കറക്റ്റ്. Now which one of the following combination of the statements given below is correct? അതാണ് ചോദ്യം. ഓപ്ഷൻ 3 ആൻഡ് ഓപ്ഷൻ 5. അപ്പോൾ അത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ your option D is the correct answer. Now let us see the last question. If the object inside the box was made of a material with a refractive index less than 1.5. അപ്പോൾ ആ ബോക്സ് എക്സ് വെച്ച സബ്സ്റ്റൻസ് വന്ന് ഗ്ലാസ് സ്ലാബാണ്, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ്? ആ 1.5നേക്കാളും കുറവുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ വെച്ചാൽ എന്താ സംഭവിക്കുക? യുവർ ഓപ്ഷൻ എ, ലാറ്ററൽ ഷിഫ്റ്റ് ഓഫ് ദ റേസ് വുഡ് ഹാവ് ബീൻ ലെസ്, ലാറ്ററൽ ഷിഫ്റ്റ് ഓഫ് ദ റേസ് വുഡ് ഹാവ് ബീൻ മോർ.
അപ്പോൾ ലാറ്ററൽ ഷിഫ്റ്റ് മീൻസ് വാട്ട്, ആ ലൈൻ വന്ന് വഴി മാറിപ്പോയില്ലേ, ആ എത്ര മാറിപ്പോയി, അത് കുറയോ അല്ലെങ്കിൽ അത് കൂടോ, അല്ലെങ്കിൽ ലാറ്ററൽ ഷിഫ്റ്റ് ഓഫ് ദ റേസ് വുഡ് റിമെയിൻ ദ സെയിം ആസ് ബിഫോർ. ദാറ്റ് ഈസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സബ്സ്റ്റൻസ് മാറിയിട്ടും ലാറ്ററൽ ഷിഫ്റ്റ് മാറില്ല എന്നാണ് ഈ ഓപ്ഷൻ സി പറയുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി എന്താ പറയുന്നത്, ദർ ഇസ് നോട്ട് ഇനഫ് ഇൻഫർമേഷൻ ടു കമൻറ്റ് ഓൺ എനി ഓഫ് ദ അബവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അല്ല, നമുക്ക് ഇത്ര ഇൻഫർമേഷൻ മതി. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് ദ ലാറ്ററൽ ഷിഫ്റ്റ് ഓഫ് ദ റേസ് വുഡ് ഹാവ് ബീൻ ലെസ്. അല്ല, ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞാൽ ലാറ്ററൽ ഷിഫ്റ്റും കുറയും. ദാറ്റ് വി നോ. ഇഫ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻക്രീസസ് ദ ലാറ്ററൽ ഷിഫ്റ്റ് വിൽ ഓൾസോ ഇൻക്രീസ്. സോ ഇൻ ദിസ് കേസ് അവർ 1.5 ആണ് ഫസ്റ്റ് എടുത്തത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അത് കുറച്ചാൽ ലാറ്ററൽ ഷിഫ്റ്റും കുറയും. സോ യുവർ ഓപ്ഷൻ എ is the correct option. So with this question we come to an end of your science sample paper. Okay children, bye.